Hi friends, welcome back to Faihaz recipe. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ട് ഒരു ചെറിയ പീസ് പട്ട, ഒരു ബേ ലീഫ്, അതുപോലെ ഒരു 3 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു എന്നിവ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പച്ചക്കറിയാണോ ഇഷ്ടം അത് ഏതാണെന്നനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഈ വഴന്ന് വന്നിട്ടുള്ള ഉള്ളിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഈ വെജിറ്റബിൾസ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാനിതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് കഴുകിയിട്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റൂവിലോട്ട് നമുക്ക് നമ്മുടെ കുരുമുളകിൻ്റെ എരിവാണ് എടുത്ത് കാണിക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളക് അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം, കൂട്ടി കൊടുക്കാം. ഈ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഞാനിതിലോട്ട് ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടെ, വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് കുക്കായി വന്ന് ഇതിൻ്റെ ഈ ഒരു പച്ചമണം എല്ലാം പോയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3/4 കപ്പോളം തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ആ 2ാം പാൽ കിടന്നിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ 2ാം പാൽ ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു 3 മിനിറ്റ് വരെ ഈ വെജിറ്റബിൾസ് എല്ലാം ഈ തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് കുക്കായി തേങ്ങാപ്പാൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവണം. അപ്പോഴാണ് ആ ഒരു സ്റ്റൂവിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. നമ്മൾ വേറൊരു പൗഡേഴ്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ട് നല്ല തിക്കായിട്ട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് തേങ്ങയുടെ 1ാം പാൽ, നല്ല കട്ടിയോട് കൂടെയുള്ള 1ാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം ഇതിന് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാലൊന്ന് ചൂടായി വരുന്നതോടു കൂടെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇച്ചിരി കറി ലീവ്സ്, അതുപോലെ പുതിന ഉണ്ടെങ്കിൽ പുതിനയോ ചപ്പോ എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്